നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. കാര്യങ്ങളൊന്നും പറയണ്ട ഇവിടെ. എന്താ പൂജി ജോത്സ്യൻ എന്തോ പറഞ്ഞേ? എടാ ഒന്നുമില്ല. സാധാരണ ആരുടെ ജാതകം നോക്കിയാലും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണില്ലേ? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാ. അല്ല അച്ഛമ്മേ, എന്തോ ജോത്സ്യൻ പറഞ്ഞേ? ജോത്സ്യൻ കുറെയൊക്കെ പറഞ്ഞു. കുഞ്ഞിനെ കുറിച്ചും അർജുനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. കുഞ്ഞിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഓഹ്, ഒന്ന് വെറുതെ ഇരിക്കും മധു. എടാ, അർജുനെ കുറിച്ചാ പറഞ്ഞേ. അവനൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ആ സ്വാതി, വാ, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. സർ, ആ ഭാഗത്ത് നിൽക്കാം സർ. അവിടെ തണലുണ്ട്. ആ വരും. സർ, ഞാനൊരു കാര്യം പറയട്ടെ? എന്താ സ്വാതി? എനിക്കൊരു കൂടപ്പിറപ്പില്ല. കുഞ്ഞുനാള് മുതലേ ആഗ്രഹിച്ചിരുന്നു ഒരാങ്ങളെ. ഇപ്പൊ എനിക്ക് കിട്ടി. ഞാൻ ആഗ്രഹിച്ച കൂടപ്പിറപ്പിനെ, ആങ്ങളെ, എന്റെ ഏട്ടനെ. പറയില്ലേ, പിറക്കാതെ പോയ സഹോദരനെന്നൊക്കെ. അങ്ങനൊരു സഹോദരനാ സാറ്. സ്വാതി ആകെ ഇമോഷണൽ ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് സത്യ സർ. പക്ഷേ ഞാൻ സാറ് പറഞ്ഞതുപോലെ അത്ര ഇമോഷണൽ അല്ല. സാറിനെ പോലൊരു അഡ്വക്കേറ്റ് എനിക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല സ്വാതി. അർജുൻ സാറിനായിരിക്കില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാ. സ്വാതി എന്തായാലും ഒരു കോംപ്രമൈസ് ടോക്കിന് മുൻകൈ എടുത്തത് നന്നായി. ഇനി ഇതുപോലെ തല്ല് വാങ്ങാൻ എനിക്ക് വയ്യ സർ. തീർത്തേക്കാം. അല്ല, പുള്ളി കാണുന്നില്ലല്ലോ. നമ്മള് എവിടെ ആയിരിക്കും എന്നറിയാതെ ബുദ്ധിമുട്ടുമായിരിക്കും. ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കാം. ഞാൻ വരണോ? വേണമെങ്കിൽ വരാം. വേണ്ട സാർ, ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ ചെന്ന് നോക്കാം. മോള് നല്ല മിടിക്കായിട്ടുണ്ടമ്മേ. മോളെ കണ്ടിട്ട് ആരുടെ ചായ കൂടുതല്? പൂജയെ പോലെയാണോ അർജുന്റെ ചായ ആണോ? പൂജയുടെ ചായ എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല, തീരെ കുഞ്ഞല്ലേ. ചായ ഒന്നും പറയാറൊന്നും ആയിട്ടൊന്നും ഇല്ലമ്മേ. ഒന്ന് വ്യക്തമായിട്ട് വരാൻ കുറച്ചു ദിവസം കൂടെ വേണ്ടി വരുമല്ലോ. എന്നാലും പറ, ആരുടെ ചായ തോന്നിയ? എന്റെ ചായയാണോ അതോ അജുവേട്ടന്റെയോ? പൂജേച്ചിയുടെ അർജുനന്റെ ഒരു ചായ എനിക്ക് തോന്നിയില്ല. പൂജമോളെ, അഖില് പറഞ്ഞതുപോലെ മുഖം ഒന്നും തെളിയാറായിട്ടില്ല. ഇപ്പൊ കാണുന്നവർക്ക് ഓരോ തോന്നലുകളെ ഉണ്ടാവും. ശരിയായ മുഖലക്ഷണം ആയി വരാൻ ഇനിയും കുറച്ചുകൂടെ കഴിയണം. അപ്പോഴേ അറിയാവൂ അമ്മയെ പോലെയാണോ അച്ഛനെ പോലെയാണോ അതോ ഈ മുത്തശ്ശിയെ പോലെയാണോ എന്നൊക്കെ. അതിനല്ലേ ഞാനും പറഞ്ഞേ. വീണ്ടും ചോദിച്ചോണ്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കുറച്ചു നാളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പൂജേച്ചിയുടെ ഡിറ്റോ ആയിട്ട് വരും. അപ്പോ ഇപ്പൊ കണ്ടിട്ട് എന്റെ ഒരു ചായ ഇല്ല. ചേച്ചി അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തോ? ചേച്ചി ഒന്നാമത് കുഞ്ഞു തൊട്ടിൽ കിടക്കുക. എനിക്കൊന്നും നേരെ ചൊവ്വ കാണാൻ പോലും പറ്റിയില്ല. ചേച്ചിയുടെ ചായ തോന്നിയില്ലെന്ന് പറഞ്ഞോണ്ട് വിഷമമായ? അങ്ങനൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. പറഞ്ഞില്ലേ ചേച്ചി 2 മാസം കഴിയട്ടെ എന്ന്. അപ്പൊ നമുക്ക് കാണാം കൃഷ്ണമോള് പൂജയാവുന്നു. ശരി, അതെ. ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരിടാ. ആ, അപ്പൊ ഇനി ഒരു കാരണവശാലും ഈ കുടുംബത്തിലെ ആരും സ്നേഹ സഹോദരമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെ, അതിനൊരു മാറ്റവും ഇല്ല. മോളെ, ഇങ്ങോട്ട് നോക്ക്. എന്താ മുഖത്തൊരു മങ്ങല്? കൃഷ്ണമോളുടെ കാര്യം പറഞ്ഞതിന്റെ പ്രയാസ. ഇങ്ങനെ പെട്ടെന്നൊക്കെ കേൾക്കുമ്പോ അമ്മമാർക്ക് വിഷമൊക്കെ ഉണ്ടാവും അല്ലേ? ഇനി അഥവാ കൃഷ്ണമോൾക്ക് ചായ കുറഞ്ഞാലും സ്നേഹസദനത്തിൽ നിന്ന് പാല് കൊടുക്കാൻ കൊണ്ടുവരുന്ന ആ മോൾക്ക് പൂജയുടെ ചായ ഉണ്ടെന്നല്ലേ പറഞ്ഞത്?
ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. എന്നാലും എന്റെ മോക്കൊരു പ്രയാസമൊക്കെ ഉണ്ടല്ലേ? പറഞ്ഞു പറഞ്ഞ് എല്ലാരും കൂടെ പ്രയാസപ്പെടുത്തായിരുന്നാ മതി. അജുവേട്ടൻ വരേണ്ട സമയമായല്ലോ. എവിടെ പോയിരിക്കാ? സ്വാതി ഇത് എവിടെ പോയിക്കോ? സാർ, ആരാ അവര്? ഇത് MLA-യുടെ ആൾക്കാരാണെന്ന് തോന്നുന്നു. പ്രദീപന്റെ അല്ല. അല്ല, അയാൾ വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ഹലോ അർജുൻ. ആ സോറി, അല്പം ജോലി തിരക്കിലായിരുന്നു. അതെ, ഞങ്ങൾ കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു. മനസ്സിലായി. സോറി അർജുൻ, പെട്ടെന്നെത്താം. അല്ല, ഇവിടെ നിൽക്കുമ്പോൾ സ്വാതിയെ ആക്രമിക്കാനായിട്ട് 1-2 പേര് വന്നു. എല്ലാം കേസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. സ്വാതി ഉപദ്രവിക്കാൻ ആൾക്കാർ വന്നു? അയ്യോ, മദർ പ്രോമിസ്, അതെന്റെ ആൾക്കാരല്ല. നേരത്തെ അർജുന്റെ കോൾ വന്നതോടെ ഞാൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്തതാ. ഇനിയൊക്കെ കോംപ്രമൈസ് ടോക്കിന് ശേഷം. ഇപ്പൊ വന്നവര് മറ്റാരെങ്കിലും ആയിരിക്കും. അവൾക്ക് ശത്രുക്കളൊക്കെ ഒരുപാടുണ്ടല്ലോ. ആ, ഏതായാലും താങ്കൾ എത്രയും പെട്ടെന്ന് വരൂ മിസ്റ്റർ. ഒരു കാര്യം ചെയ്യും, അവിടെ ഇങ്ങനെയൊക്കെ നടന്ന സ്ഥിതിക്ക് ഓപ്പൺ സ്പേസിൽ വെയിറ്റ് ചെയ്യണ്ട. അതിനടുത്തൊരു കോഫി ഷോപ്പ് ഉണ്ട്, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യൂ. നമുക്ക് കാര്യങ്ങൾ സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റും. നിങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചിരിക്കുമ്പോൾ ഞാനും അങ്ങെത്തും. ഓക്കെ, ഞങ്ങൾ അങ്ങോട്ട് പോവാം. സോറി മിസ്റ്റർ അർജുൻ, ജോലി തിരക്കിലായി പോയതുകൊണ്ടാണ്. ആ, ഇറ്റ്സ് ഓക്കെ. താങ്കളൊന്ന് വേഗം വന്നാൽ മതി. അടുത്തുള്ള കോഫി ഷോപ്പിൽ ഇരിക്കാൻ പറഞ്ഞു. പുള്ളി അങ്ങോട്ട് വരാമെന്ന്. സാർ, ഞാൻ സാറിനൊരു ബാധ്യതയല്ലേ? അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. താൻ വാ. ജോർജുട്ടി ചേട്ടാ, എന്താ? റെയിൻബോ ബിൽഡേഴ്സിന്റെ സൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ദാ അർജുൻ സാറിന് മെയിൽ ചെയ്തിട്ടുണ്ട്. ദേ, ഞാൻ ചേട്ടനും എനിക്കും ഇതിൽ നിന്ന് ഫോർവേഡ് ചെയ്യണേ. ജോർജുട്ടി ചേട്ടാ, പറഞ്ഞോ. ദേ, ഒരു ഗുഡ് ന്യൂസ്. എന്താ? ദേ, അർജുൻ സാറിന് ഒരു മെയിൽ വന്നിരിക്കുന്നു. ജഡ്ജ് സെലക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ. ആണോ? ആ, ദേ കാലക്ക് കയ്യോടെ സാറിനെ വിളിച്ച് പറ. ആ, പ്രദീപിന് എവിടെ പോയി കിടക്കണമെന്തോ? ആ, സ്നേഹ പറഞ്ഞു. ആ സർ, പ്രദീപൻ വന്നോ? മീറ്റിംഗ് എന്തായി? ഓ, മീറ്റിംഗ് ആണോ? ഇതുവരെ എത്തിയിട്ടില്ല. അയ്യോ, സാർ എന്തിനാ ഇത്രയും വെയിറ്റ് ചെയ്യുന്നേ? ഇങ്ങ് പോരായിരുന്നില്ലേ? സാർ ഇങ്ങ് പോന്നേക്ക്. കുറച്ചുകൂടി നോക്കാം സ്നേഹ. അല്ല, സാർ ഇപ്പൊ എവിടെയാ? ഞങ്ങളൊരു റെസ്റ്റോറൻറ്റില്ല. പ്രദീപൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ആണോ? അപ്പോ എന്നാ ഞങ്ങളും അങ്ങോട്ട് റെസ്റ്റോറന്റിലേക്ക് വരട്ടെ സർ. അങ്ങനെയാണെങ്കിൽ സാറിന്റെ ആദ്യത്തെ ചിലവ് ഇന്ന് തന്നെ നടത്തിക്കായിരുന്നു.
ആദ്യത്തെ ചെലവ് എന്താ സ്നേഹ? സർ സാറിന്റെ മെയിൽ ഞാൻ ചെക്ക് ചെയ്യായിരുന്നു. അപ്പോഴാ കണ്ടത് സാറിന്റെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യാനായിട്ട്. എന്നിട്ട് ജഡ്ജ് സെലക്ഷനുമായി ബന്ധപ്പെട്ട് സാറിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി അയച്ചു കൊടുക്കാൻ. ആണോ? ആഹാ. അയ്യോ, ഞാൻ കുറച്ചുകൂടെ സന്തോഷം സാറിന്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിച്ചു. എനിക്ക് സന്തോഷം തന്നെ സ്നേഹ. അപ്പൊ സർ കൺഗ്രാറ്റുലേഷൻസ്. സാർ വന്നാൽ ഉടൻ തന്നെ ഡീറ്റെയിൽസ് അങ്ങ് ഫോർവേഡ് ചെയ്യണം കേട്ടോ. ഓക്കെ സ്നേഹ, താങ്ക് യു. ഓക്കെ സർ. അല്ല സാറേ, ജോർജ് കുട്ടിയാ, അഭിനന്ദനങ്ങൾ. ആ, ഇനിയും കടമകളുണ്ട് ജോർജ് കുട്ടി. എന്നാലും രണ്ടുപേർക്കും താങ്ക് യു. ഓക്കെ സാർ.